ഹായ് നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ വീട്ടിലെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. തമിഴ്നാട്ടിലാണ്, നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചപ്പാത്തിയായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടാക്കിയത്. ചപ്പാത്തി മാത്രമല്ല കേട്ടോ, നല്ല മുളകിട്ട കൊഴുത്ത് വെച്ച അയലക്കറിയുണ്ട്. ആ അയലക്കറിയും കൂട്ടി ആ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് തന്നെ. ചൂടാണെങ്കിലും നല്ല മുളകിട്ട് വെച്ച അയലക്കറിയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റും, അടുത്ത് തണ്ണിമത്തനും പിന്നെ നമ്മുടെ കക്കരിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടിന് ഇതൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും ഉണ്ട്. ഇതൊക്കെയാണ് രാത്രി ഭക്ഷണം. ഇന്ന് ലീവ് ദിവസമായതുകൊണ്ട് നല്ല അടിപൊളി മീൻ കിട്ടി. അന്നേരം പിന്നെ മേടിക്കാതിരിക്കാനും തോന്നിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കറി. ചട്ടിയിൽ വെച്ച് നല്ല പുളിയൊക്കെ ഇട്ട്, കുടംപുളിയൊക്കെ ഇട്ട് കൊഴുത്ത് വെച്ച മീൻ കറി. പിന്നെ 2 ഗ്ലാസ്സിലേക്ക് നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച നാരങ്ങ വെള്ളം. അത് ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ കാണാം, ഒരു ചെറിയ കൈ അവിടുന്ന് നീണ്ടു വരുന്നു. നമ്മുടെ ചെറിയ പുത്രനാണ്. ജ്യൂസിൻ്റെ വീരന്മാരാണ് കേട്ടോ രണ്ടുപേരും. അല്ലാതെ ഒഴിച്ച് വെക്കേണ്ട താമസമുള്ളൂ പുള്ളി. അത് നോക്കിയിരിക്കുമായിരുന്നു എപ്പോഴാണ് എടുക്കുന്നതെന്ന്. അനിയൻ കുടിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ചേട്ടൻ വിടുമോ, ചേട്ടനും വേണം. പുള്ളി ആ ഒരു ഗ്ലാസ് എടുത്തു. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് കേട്ടോ, നല്ല ടേസ്റ്റ്, അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ജ്യൂസല്ലേ, മധുരമല്ലേ, പഞ്ചസാര ഇട്ട ജ്യൂസല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആ ചപ്പാത്തി ഇങ്ങനെ പൊളിച്ച് നല്ല പുരട്ടി, മീനിൻ്റെ ചാറൊക്കെ പുരട്ടി ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ തിന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞ ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. ചൂടും കൂടെ ആയി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മുടെ തണ്ണിമത്തനും കക്കരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ തമിഴ്നാട്ടിൽ തണ്ണിമത്തന് തർപ്പൂസണി എന്നാണ് പറയുന്നത് കേട്ടോ. കക്കരിക്ക് വെള്ളരി എന്നുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ രീതികൾ. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഡെയിലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടിനെ ശമിക്കാൻ ഇതൊക്കെയാണ് ബെറ്റർ ഓപ്ഷനെന്നും ഞങ്ങൾക്ക് തോന്നി. നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വീട്ടിൽ കേട്ടോ.